Alhamdulillah Rabbil Alameen. Nahmaduhu wa nasta'inuhu wa nastaghfiruhu wa nu'minu bihi wa natawakkalu alayhi. Wa na'udhu billahi ta'ala min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu wa man yudlil fala hadiya lahu. Wa nashhadu an la ilaha illallah wahdahu la sharika lahu. ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم ونفسي أولا بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. فإذا قضيت الصلاة فانتشروا في الأرض وابتغوا من فضل الله واذكروا الله كثيرا لعلكم تفلحون. صدق الله العظيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ പരിശുദ്ധ ദീനനുസരിച്ച് ജീവിക്കുവാൻ നാം ഓരോരുത്തരെയും ആദ്യമായി വസിയത്ത് ചെയ്തുകൊള്ളുന്നു. ദീനുൽ ഇസ്ലാം മനുഷ്യ ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളെയും ഉൾക്കൊള്ളുകയും മാർഗദർശനം നൽകുകയും ചെയ്യുന്ന ഒരു ജീവിതക്രമമാണ്. മനുഷ്യനോട് പരലോകത്തിന് വേണ്ടി പണിയെടുക്കുന്നത് പോലെ അവൻ്റെ ഇഹലോക ജീവിതത്തിനു വേണ്ടിയും പണിയെടുക്കാൻ ഇസ്ലാം ആവശ്യപ്പെടുന്നു. രണ്ടും അതിൻ്റെ പ്രാധാന്യത്തോടു കൂടി സ്വീകരിക്കുന്നവരാണ് സത്യവിശ്വാസി. ഐഹിക ജീവിതത്തെ പൂർണ്ണമായി നിരാകരിച്ചുകൊണ്ടൊരു പാരത്രിക ജീവിതമില്ല. പാരത്രിക ജീവിതത്തെ പ്രാമുഖ്യം കൊടുക്കാതെ ഐഹിക ജീവിതത്തിനും പ്രസക്തിയില്ല. സത്യവിശ്വാസിയുടെ പ്രാർത്ഥന റബ്ബന ആതിന ഫിദ്ദുന്യ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ. പടച്ചവനെ, ഞങ്ങൾക്കിനി ഇഹലോകത്തിൽ നന്മ പ്രദാനം ചെയ്യണമേ, പരലോകത്തും നന്മ പ്രദാനം ചെയ്യണേ, നരകശിക്ഷയിൽ നിന്ന് കാത്തുകൊള്ളണേ. ഇതാണ് ഒരു സത്യവിശ്വാസിയുടെ പ്രാർത്ഥന. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പഠിപ്പിച്ചു, ഇഅ്മൽ ലിദുനിയാക കഅന്നക തഈശു അബദാ വഅ്മൽ ലിആഖിറതിക കഅന്നക തമൂതു അദാ. നീ എന്നും ഈ ദുനിയാവിൽ ജീവിക്കുന്നവനാണെന്ന പോലെ ദുനിയാവിന് വേണ്ടി പണിയെടുക്കണം. അതേസമയം നാളെയാണ് നിന്റെ മരണനാൾ, നീ നാളെയാണ് മരിക്കുന്നത് എന്ന നിലക്ക് പരലോകത്തിനു വേണ്ടി പണിയെടുക്കണം. ഇവിടെ എന്നും ജീവിക്കുന്ന ഒരാളാണെന്ന പോലെ ദുനിയാവിന് വേണ്ടി പ്രവർത്തിക്കണം. പക്ഷെ നാളെയാണ് എൻ്റെ മരണ ദിവസം എന്ന നിലക്ക് പരലോകത്തിനു വേണ്ടിയും പണിയെടുക്കണം. ഞാൻ പറഞ്ഞു വന്നത്, ഇഹലോകത്തും നല്ല ഒരു ജീവിതം ഇസ്ലാം ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടൊരു സത്യവിശ്വാസി പാരത്രിക ജീവിതത്തിന് വേണ്ടി പണിയെടുക്കുന്നത് പോലെ ഇഹലോക ജീവിതം സുന്ദരമാകാൻ അതിൻ്റെ പ്രാധാന്യത്തിലും അളവിലും പണിയെടുക്കേണ്ടതുണ്ട്. ഒരാൾ ദുനിയാവ് മാത്രം ലക്ഷ്യം വെച്ച് ജീവിക്കാൻ പാടില്ല. അയാൾ പ്രാമുഖ്യം കൊടുക്കേണ്ടത് ഇഹലോക ജീവിത വിജയത്തിനായിരിക്കണം.
അപ്പോൾ അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ജുമായെ സംബന്ധിച്ച് പറഞ്ഞ ഭാഗത്ത് ജുമാ നമസ്കാരത്തിന് വേണ്ടി വിളിക്കപ്പെട്ട നിങ്ങൾ ധൃതിയിൽ അല്ലാഹുവിനെ സ്മരിക്കുന്നതിന് വേണ്ടി പുറപ്പെടണം. വദറുൽ ബൈഅ, അപ്പോൾ നിങ്ങൾ കച്ചവടം നിർത്തിവെക്കണം, നിങ്ങളുടെ ഇടപാടുകളൊക്കെ നിർത്തിവെക്കണം. ഇത് പറഞ്ഞതിന് ശേഷം പിന്നീട് അടുത്ത ആയത്തിൽ പറയുന്നത് ഫൈദാ ഖുദിയത്തിസ് സ്വലാത്തു ഫന്തശിറു ഫിൽ അർദ്, നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഭൂമിയിൽ വ്യാപരിക്കണം. വബ്തഗൂ മിൻ ഫളില്ലാ, അല്ലാഹുവിൻ്റെ ഫളിൽ തേടിക്കൊണ്ടിരിക്കണം. ആ സന്ദർഭത്തിലും വദ്കുറുല്ലാഹ കസീറൻ ലഅല്ലക്കും തുഫ്ലിഹൂൻ, അല്ലാഹുവിനെ ധാരാളമായി ഓർക്കണം, നിങ്ങൾ വിജയം കൈവരിച്ചേക്കാം. ഇപ്പം നമസ്കാരം വെള്ളിയാഴ്ച ദിവസം നമസ്കാരത്തിന് വേണ്ടി ക്ഷണിക്കപ്പെട്ടാൽ അതുവരെ ചെയ്തുകൊണ്ടിരുന്ന ഇടപാടുകൾ തൽക്കാലം നിർത്തിവെക്കുകയും നമസ്കരിക്കാൻ പുറപ്പെടുകയും നമസ്കാരം കഴിഞ്ഞാൽ വീണ്ടും ഭൂമിയിൽ വ്യാപിക്കുകയും വിഭവങ്ങൾ തേടുകയും ചെയ്യണം എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത്. വെള്ളിയാഴ്ച ദിവസം പോലും നന്നായി പണിയെടുക്കാനാണ് ഇസ്ലാം പറഞ്ഞത്. വെള്ളിയാഴ്ച ദിവസം പോലും കച്ചവടം ചെയ്യാനും ആ കച്ചവടം ആ സമയത്ത് തൽക്കാലം നിർത്തി വീണ്ടും പുനരാരംഭിക്കുവാനുമാണ് ഇസ്ലാം പറഞ്ഞത്. ഈ ജോലിയുടെ ഒരു മഹത്വം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇഹലോകത്ത് മനുഷ്യൻ തൊഴിലെടുക്കുകയും ജോലിയെടുക്കുകയും ഒക്കെ ചെയ്യണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇന്ന് ലോക തൊഴിലാളി ദിനമാണ്, മെയ് 1. 1886 ചിക്കാഗോവിലെ ഹൈമാർക്കറ്റിൽ നടന്ന തൊഴിലാളി പ്രക്ഷോഭത്തെ തുടർന്ന് പിന്നീടുണ്ടായ അനിഷ്ട സംഭവങ്ങളെ തുടർന്നാണ് ഈ മെയ് ദിനം എന്നത് ആഘോഷിക്കുന്നത്. ലോകത്തിലെ പൊതുവെ തൊഴിലാളി സംഘടനകളൊക്കെ ഈ ദിവസത്തെ തൊഴിൽ ദിനമായി, തൊഴിലാളി ദിവസമായി അംഗീകരിക്കാറുണ്ട്. ഈ തൊഴിലിനെ ഇസ്ലാമിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നമ്മളൊന്ന് നോക്കിക്കാണുന്നത് നല്ലതായിരിക്കും. 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിനോദം, 8 മണിക്കൂർ വിശ്രമം എന്നൊക്കെയുള്ള ആശയം അതിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞത്. അതിനേക്കാളൊക്കെ മുമ്പ് തൊഴിലിൻ്റെ മഹത്വം പഠിപ്പിക്കുകയും തൊഴിലെടുക്കാൻ പ്രേരിപ്പിക്കുകയും അത് ശ്രേഷ്ഠകരമായ പുണ്യകരമായ കർമ്മമാണെന്ന് പഠിപ്പിക്കുകയും തൊഴിലാളിയോട് ഏറ്റവും മാന്യമായി പെരുമാറണമെന്നും തൊഴിലാളി ശരിയായ വിധത്തിൽ ഉത്തരവാദിത്വം നിർവഹിക്കണമെന്നും ലോകത്തെ പഠിപ്പിച്ചത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. നമ്മൾ ആ വിഷയം ഗൗരവത്തിലെടുക്കേണ്ട കാര്യമാണ്. ഒന്ന്, നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ സമ്പാദ്യം ഹലാലായിരിക്കണം. ഹലാലായ സമ്പാദ്യം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം നമ്മുടെ നമസ്കാരവും നോമ്പും സക്കാത്തും ഇബാദത്തുകളൊക്കെ അല്ലാഹു തആല സ്വീകരിക്കണമെങ്കിൽ നമ്മുടെ സമ്പാദ്യം ഹലാലിൽ തന്നെ ആയിരിക്കണം. ഹറാമിൻ്റെ പണമുണ്ടെങ്കിൽ നമ്മുടെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കൂല, നോമ്പ് അല്ലാഹു സ്വീകരിക്കൂല, പ്രാർത്ഥനകൾ അല്ലാഹു സ്വീകരിക്കൂല. മശ്റബഹു ഹറാം, മൽബസഹു ഹറാം, വമത്അമഹു ഹറാം, ഫഅന്നാ യുസ്തജാബ ലക്. ഇതൊക്കെ ഹറാമായ പിന്നെ എവിടുന്ന് പ്രാർത്ഥിച്ച് ഉത്തരം കിട്ടാനും. അതുകൊണ്ട് സമ്പാദ്യം എന്ന് പറയുന്നത് വളരെ വളരെ പ്രാധാന്യപൂർവ്വം ഹലാലായ രീതിയിൽ നേടിയെടുക്കേണ്ട ഒരു കാര്യമാണ്. ആ സമ്പാദ്യങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അധ്വാനിച്ചുണ്ടാക്കുന്ന ആ പണത്തിനാണ് ഏറ്റവും വില. ധർമ്മം കൊടുക്കുന്ന, സദക്ക കൊടുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോഴും കൂടി പറഞ്ഞത് അധ്വാനിച്ചുണ്ടാക്കിയ പണത്തിൽ നിന്ന് സദക്ക കൊടുക്കലാണ് ഏറ്റവും ശ്രേഷ്ഠകരമെന്ന് ഇസ്ലാം പഠിപ്പിച്ചു. നമ്മളൊരു സത്യവിശ്വാസി നിരന്തരം പണിയെടുത്തുകൊണ്ടിരിക്കേണ്ടവനാണ്, ദുനിയാവിനും പരലോകത്തിനും വേണ്ടി. മടിയനായ അലസനായ ജോലിയില്ലാത്ത ഒരാളെ ഇസ്ലാമിന് ഉൾക്കൊള്ളാൻ കഴിയില്ല. അവസാന നിമിഷം വരെ ചെയ്യാൻ എന്താണോ കഴിയുന്നത് അപ്പടി ചെയ്തുകൊണ്ടിരിക്കണം. ഓരോരുത്തരുടെ ആരോഗ്യത്തിനും പ്രായത്തിനും അനുസരിച്ച് ജോലി എടുത്തുകൊണ്ടിരിക്കണം. ജോലി അങ്ങനെ വിഭവങ്ങൾ തേടാൻ ഇസ്ലാം പഠിപ്പിച്ചു. അല്ലാഹു തആല നിങ്ങൾക്ക് പകലിനെ ജീവിത ആയോധന ഉപാധിയാക്കി തന്നിരിക്കുന്നു. നമുക്ക് ജോലിയെടുക്കാനും ജീവിതം തേടാനും ഒക്കെയുള്ള അവസരങ്ങളായിട്ടാണ്, അതിൻ്റെ ഒരു ഉണർത്തലാണ് വിശുദ്ധ ഖുർആൻ അവിടെ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനിയുടെ അടുക്കൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, എനിക്ക് ജീവിക്കാൻ വലിയ പ്രയാസമാണ്, ഒരു വകുപ്പുമില്ല,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അയാൾക്ക് എന്തോ സദക്ക കൊടുത്ത് ഒഴിവാക്കുകയല്ല ചെയ്തത്. അയാൾക്കൊരു മഴ വാങ്ങിക്കൊടുത്ത് അതുകൊണ്ട് ജോലിയെടുത്ത് ജീവിക്കാനാണ് നബി ആവശ്യപ്പെട്ടത്. നമ്മൾ പലപ്പോഴും അങ്ങനെ ചെയ്യാറില്ല. വലിയ ഇല്ല എന്ന് പറഞ്ഞാൽ ആൾക്ക് എന്തെങ്കിലും കൊടുത്ത് നമ്മൾ ഒഴിവാക്കും. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഒരു മഴ വാങ്ങിക്കൊടുത്തിട്ട് അയാളോട് പറഞ്ഞു, വിറക് വെട്ടി അത് വിറ്റ് ജീവിക്കാൻ വേണ്ടി പഠിപ്പിച്ചു എന്നതാണ്. റിഫാ ബിൻ റാഫി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അന്നൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുഇല, റസൂലുള്ളാഹിനോട് ചോദിക്കപ്പെട്ടു, അയ്യുൽ കസ്ബി അത്യബ്, ഏറ്റവും നല്ല സമ്പാദ്യം ഏതാണ്? കാല അമലു റജുലി ബിയദിഹി വകുല്ലു ബൈഇൻ മബ്റൂർ, ഒരു മനുഷ്യൻ അവൻ്റെ കൈകൊണ്ട് സമ്പാദിക്കുന്നതാണ് ഏറ്റവും നല്ല സമ്പാദ്യം, ജോലി എടുക്കുന്നതാണ് ഏറ്റവും നല്ല സമ്പാദ്യം. അതോടൊപ്പം വകുല്ലു ബൈഇൻ മബ്റൂർ, മബ്റൂറായ കച്ചവടവും, പുണ്യകരമായ കുറ്റമറ്റ കച്ചവടം. ഈ മബ്റൂർ എന്ന വാക്ക് പിന്നെ ഹദീസിലും ഖുർആനിലും വേറെ പ്രയോഗിച്ചിട്ടുള്ളത്, വേറൊരു ജോലി ഒരു പ്രവർത്തനത്തിന് പ്രയോഗിച്ചിട്ടുള്ളത് ഹജ്ജിന് മാത്രമാണ്. അൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന, മബ്റൂറായ ഹജ്ജിന് സ്വർഗമല്ലാതെ പ്രതിഫലമില്ല. ആ മബ്റൂർ എന്ന പദം തന്നെയാണ്, ആ മബ്റൂർ എന്ന പദമാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി കച്ചവടത്തിന് ഉപയോഗിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ നല്ല കച്ചവടമാണോ അതാണ് ഏറ്റവും നല്ല, അതായത് ആളുകളെ പറ്റിക്കാതെ ചതിക്കാതെ വൃത്തിയിൽ കച്ചവടം ചെയ്യുന്ന കുറ്റമറ്റ കച്ചവടം ഏറ്റവും ശ്രേഷ്ഠകരമായ കർമ്മമായിട്ടാണ് പഠിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്കൊക്കെ ജീവിക്കാൻ പറ്റുന്ന, വിഭവങ്ങൾ ശേഖരിക്കാൻ കഴിയുന്ന, സമ്പാദിക്കാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങൾ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് അള്ളാഹു ഭൂമിയിൽ സെറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട്. മനുഷ്യനത് കണ്ടെത്തി നേടിയെടുക്കാനാണ് ശ്രമിക്കേണ്ടത്. ഹുവല്ലദീ ജഅല ലക്കുമുൽ അർള ദലൂലൻ ഫംശൂ ഫീ മനാകിബിഹാ വകുലൂ മിൻ റിസ്ഖിഹി വഇലൈഹിൻ നുശൂർ. വിശുദ്ധ ഖുർആൻ പറയാണ്, സൂറത്തുൽ മുൽക്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് 15-ാമത്തെ ആയത്തിൽ, ഹുവല്ലദീ ജഅല ലക്കുമുൽ അർള ദലൂല, അവനാണ് നിങ്ങൾക്ക് ഭൂമിയെ അധീനപ്പെടുത്തി തന്നത്. ഫംശൂ ഫീ മനാകിബിഹ, അതിൻ്റെ മാറിലൂടെ നിങ്ങൾ നടന്നുകൊള്ളുക. വകുലൂ മിൻ റിസ്ഖിഹി, അതിൽ തന്ന വിഭവങ്ങൾ നിങ്ങൾ ആഹരിക്കുക. വഇലൈഹിൻ നുശൂർ, ഉയർത്തെഴുന്നേറ്റ് ചെല്ലുന്നത് അല്ലാഹുവിങ്കലേക്കാണ്. അപ്പോൾ ഭൂമിയിൽ അത് ഒരു കാലഘട്ടം മാറുന്തോറും അതിൻ്റെ വിഭവ ശേഖരണത്തിൻ്റെ അവസരങ്ങൾ ഒരുപാടാണ്. പണ്ടുള്ള ജോലികളല്ലല്ലോ ഇപ്പോഴുള്ള ജോലികളൊക്കെ. പണ്ടുള്ള വിഭവങ്ങൾ തേടലല്ല ഇപ്പോൾ, പണ്ടുള്ള കൃഷിരീതിയല്ല ഇപ്പോൾ. പുതിയ പുതിയ രീതികൾ അല്ലാഹു തആല ഭൂമിയിൽ സെറ്റ് ചെയ്ത് തരുന്നുണ്ട്. ഭൂമിയിൽ ഇതൊക്കെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിച്ച് ജോലിയെടുത്ത് പണിയെടുത്ത് അത് നേടിയെടുക്കാൻ ഇസ്ലാം ആഹ്വാനം ചെയ്യുകയാണ്. വിശുദ്ധ ഖുർആനിൽ ഏകദേശം 360 സ്ഥലങ്ങളിൽ അമലിനെക്കുറിച്ച്, പ്രവർത്തനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഏതാണ്ട് 109 സ്ഥലത്ത് ഫിഅല്, പ്രവർത്തനം എന്ന വാക്കും പ്രയോഗിച്ചിട്ടുണ്ട്. ഇതെല്ലാം വിവിധങ്ങളായ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. മഹാനായ ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി ഇഹ്യാ ഉലൂമുദ്ദീനിൽ ഒരു സംഭവം പറയുന്നുണ്ട്. ഈസാ നബി അലൈഹിസ്സലാം ഒരിക്കൽ അള്ളാഹുവിൽ പൂർണ്ണമായും അർപ്പിച്ച വളരെ ഭക്തനായ ഒരു വ്യക്തിയെ കാണാനിടയായി. വളരെ ഭക്തൻ, എല്ലാം അള്ളാഹു സമർപ്പിച്ച് ഇങ്ങനെ ആത്മീയമായി ഇങ്ങനെ കഴിഞ്ഞുകൂടുന്ന വളരെ ഭക്തനായ ഒരാളെ ഈസാ അലൈഹിസ്സലാം കാണാനിടയായി. അദ്ദേഹം മുഴു സമയത്തിലും പ്രാർത്ഥനയിൽ നിരതനായിരുന്നു. അപ്പോൾ ഈസാ നബി അലൈഹിസ്സലാം അദ്ദേഹത്തോട് ചോദിച്ചു അത്രേ, നിങ്ങൾക്ക് എങ്ങനെയാണ് ആഹാരം ലഭിക്കുന്നത്? നിങ്ങളെപ്പോഴും പ്രാർത്ഥനയിലും ആ ഇബാദത്തിലും ഇങ്ങനെ കഴിഞ്ഞുകൂടല്ലേ, നിങ്ങൾക്ക് എങ്ങനെയാണ് ആഹാരം ലഭിക്കുന്നത്? അപ്പോൾ അയാൾ പറഞ്ഞു, എൻ്റെ സഹോദരൻ ജോലി ചെയ്യാറുണ്ട്, അദ്ദേഹമാണ് എനിക്ക്, ആ ജോലി ചെയ്തിട്ട് അദ്ദേഹമാണ് എനിക്ക് ആഹാരം നൽകുന്നത്, ഞാൻ അധിക സമയവും ഇബാദത്തിൽ മുഴുകുകയാണ്. ഇത് കേട്ടപ്പോൾ ഈസാ അലൈഹിസ്സലാം പറഞ്ഞുവത്രേ, എങ്കിൽ നിങ്ങളുടെ സഹോദരനാണ് നിങ്ങളെക്കാൾ അള്ളാഹുവിനോട് ഏറ്റവും അടുത്തവനും ഏറ്റവും ഭക്തനും നിങ്ങളുടെ സഹോദരനാണ്. എന്നാണ് ഒരാളിങ്ങനെ ആത്മീയമായിട്ട് ഇങ്ങനെ കഴിഞ്ഞുകൂടിയാൽ പണിയൊന്നും എടുക്കാതെ വേണ്ടത്ര കാര്യങ്ങൾ നേടാതെ ഈ പ്രാർത്ഥനയിലും ആരാധനയിലും മാത്രം നിമഗ്നനാകുന്നതിനേക്കാൾ ഏറ്റവും അള്ളാഹ്ക്ക് ഇഷ്ടം ജോലിയെടുക്കുകയും അധ്വാനിക്കുകയും കുടുംബത്തെ പോറ്റുകയും എന്നിട്ട് അള്ളാഹുവിനോട് ഇബാദത്തുകൾ നിർവഹിക്കുകയും ചെയ്യുന്ന മനുഷ്യനാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ ഏറ്റവും നല്ല ആൾ എന്നാണ് വിശദീകരിക്കുന്നത്.
അമ്പിയാക്കന്മാർ പോലും പണിയെടുത്തവരായിരുന്നു എല്ലാവരും. ഖദീജ റളിയല്ലാഹു അൻഹക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ ഇഷ്ടപ്പെടാനുള്ള കാരണം പ്രവാചകൻ്റെ കച്ചവടത്തിലെ മിടുക്കും ജോലിയിലെ സാമർഥ്യവും ആ സത്യസന്ധതയും ആ നേതൃപാഠവുമായിരുന്നു ഖദീജ റളിയല്ലാഹു അൻഹ മതിപ്പുണ്ടാക്കാൻ കാരണം. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി കച്ചവടം ചെയ്തു. ഒരിക്കൽ റസൂൽ പറഞ്ഞു, ഞാൻ ആടിനെ മേക്കാത്ത ഒറ്റ റസൂൽ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. ആടിനെ മേക്കാത്ത സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോട് ചോദിച്ചു, അങ്ങോ? ഞാനും ആടിനെ മേച്ച് നടന്നിരുന്നല്ലോ, ഞാനും അബ്ദുൽ മുത്തലിബിൻ്റെ ആടുകളെ മേച്ച് നടക്കുകയായിരുന്നു. ഞാനും ആടുകളെ മേച്ചിട്ടുണ്ട്. എല്ലാ നബിമാരും ആടുകളെ മേച്ച് നടന്നവരായിരുന്നു എന്ന് പഠിപ്പിച്ചു. വിശുദ്ധ ഖുർആൻ ദാവൂദ് നബി അലൈഹി സ്വലാമിനെ കുറിച്ച് വളരെ കൃത്യമായൊരു ചിത്രം നൽകുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയ രണ്ട് പ്രവാചകന്മാരായിരുന്നു ദാവൂദ് നബി അലൈഹി സ്വലാമും സുലൈമാൻ നബി അലൈഹി സ്വലാം. ഏറ്റവും കൂടുതൽ അനുഗ്രഹം കിട്ടിയ ഒരു രാജാക്കന്മാരായിരുന്നു, ഭരണാധികാരികളായിരുന്നു ദാവൂദ് നബി അലൈഹി സ്വലാമും സുലൈമാൻ നബി അലൈഹി സ്വലാം. ദാവൂദ് നബി അലൈഹി സ്വലാമിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞു, അല്ലംനാഹു സൻഅത ലുബൂസിൻ ലക്കും ലിതുഹ്സിനക്കും മിൻ ബഅസിക്കും ഫഹൽ അൻതും ശാകിറൂൻ. നിങ്ങൾക്ക് വേണ്ടി നാം അദ്ദേഹത്തെ പടയങ്കി നിർമ്മാണം പഠിപ്പിച്ചു കൊടുത്തു, നിങ്ങളെ യുദ്ധവിപത്തുകളിൽ നിന്ന് രക്ഷിക്കാനാണ്, എന്നിട്ട് നിങ്ങൾ നന്ദിയുള്ളവരാകുന്നില്ലേ എന്ന് ഖുർആൻ ചോദിക്കുന്നു. അദ്ദേഹം ചെയ്തിരുന്ന മുഖ്യ പണി ഇരുമ്പ് പണിയായിരുന്നു, ഹദ്ദാദായിരുന്നു. അതിൽ വളരെ വിദഗ്ധനായിരുന്നു. കണ്ണികൾ ഉരുക്കി ആയുധങ്ങൾ നിർമ്മിക്കാനുള്ള വൈദഗ്ധ്യം ദാവൂദ് നബി അലൈഹി സ്വലാമിനുണ്ട്. രാജാവായിട്ട് പോലും വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തി തരുന്ന ദാവൂദ് നബി അലൈഹി സ്വലാം ഇരുമ്പ് പണി നടത്തിയിരുന്ന ആളായിട്ടാണ് ഖുർആൻ വിശദീകരിക്കുന്നത്. ഇത് ദാവൂദ് നബി അലൈഹി സ്വലാമിനെ കുറിച്ച് മാത്രമല്ല, സക്കരിയ അലൈഹി സ്വലാമിനെ കുറിച്ച് പറഞ്ഞ നജ്ജാർ ആശാരിപ്പണിക്കാരനായിരുന്നു. നമ്മളെ കൗമിന് ആശാരിപ്പണി ആറാമായിരുന്നല്ലോ, മോശം പണിയായിരുന്നു. അത് കാരണം നമ്മളെ മുസ്ലിം സമുദായം ആശാരിപ്പണി ചെയ്യില്ലായിരുന്നു. അതേസമയം സക്കരിയ നബി അലൈഹി സ്വലാമിനെ കുറിച്ച് പറഞ്ഞത് അദ്ദേഹം മരപ്പണിക്കാരനായിരുന്നു. അമ്പിയാക്കന്മാരൊക്കെയും ആ തൊഴിലുകൾ എടുത്തതിന് നൂഹ് നബി അലൈഹി സ്വലാം മരപ്പണിക്കാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടി വൈദഗ്ധ്യത്തിലാണ് കപ്പൽ നിർമ്മാണം നടന്നത്. അപ്പം ജോലി എടുക്കുന്ന അമ്പിയാക്കന്മാർ മാത്രമല്ല, സഹാബാക്കൾ വളരെ തിരക്ക് പിടിച്ച ഘട്ടത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കച്ചവടത്തിന് പോയിരുന്നു, അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു കച്ചവടത്തിന് പോയിരുന്നു, സഹാബാക്കളൊക്കെയും കച്ചവടത്തിന് പോയിരുന്നു. അബ്ദുറഹ്മാൻ മുഹാജിറുകൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്ന മുഹാജിറുകളെ സഹോദരന്മാരായിട്ടാണല്ലോ അൻസാറുകൾ സ്വീകരിച്ചത്. ചരിത്രത്തിലെ തുല്യതയില്ലാത്തൊരു സ്വീകരണമായിരുന്നു അത്. എല്ലാം ഉപേക്ഷിച്ച് മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്ന മുഹാജിറുകളെ അൻസാറുകൾ അവരുടെ വീടിൻ്റെ പകുതി കൊടുത്ത്, സ്വത്തിൻ്റെ പകുതി കൊടുത്ത്, ഭാര്യമാർ കൂടുതലുള്ളവർ അവരെ വിവാഹമോചനം ചെയ്ത് ഭാര്യമാരെ വിവാഹം ചെയ്യിപ്പിച്ചു കൊടുത്ത് അത്രത്തോളം ഉദാത്തമായ സാഹോദര്യം കാണിച്ചു. അതിൽ മഹാനായ അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ ഒരു അൻസാരിയെ ഏൽപ്പിച്ചു. അൻസാരി നേരെ അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹുവിനോട് പറഞ്ഞു, താങ്കൾക്ക് എൻ്റെ വീടിൻ സ്വത്തിൻ്റെ പകുതിയുണ്ട്, എൻ്റെ എല്ലാം താങ്കൾക്ക് പകുതിയാണ്, എനിക്ക് ഒരുപാട് ഭാര്യമാരുണ്ട്, ചിലരെ ഞാൻ വിവാഹമോചനം ചെയ്യാം, ഭാര്യയില്ലാത്ത താങ്കൾക്ക് അവരെ വിവാഹം കഴിക്കാം. അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് സന്തോഷത്തോടു കൂടി പറഞ്ഞു, എനിക്കതൊന്നും വേണ്ട, നിങ്ങളുടെ തൽക്കാലം നിങ്ങളുടെ ആനുകൂല്യത്തിന് അള്ളാഹുവിന് നന്ദി രേഖപ്പെടുത്തുന്നു, പക്ഷേ എനിക്ക് നിങ്ങളുടെ മാർക്കറ്റ് ഒന്ന് കാണിച്ചു തന്നാൽ മതി, ആ മാർക്കറ്റ് കാണിച്ചു തന്നാൽ മതി. പറഞ്ഞ പോലെ മാർക്കറ്റ് കാണുന്ന അദ്ദേഹം ലോകത്ത് അറിയപ്പെട്ട ഭാഗങ്ങളിലേക്കൊക്കെ കച്ചവടത്തിന് പോയി വമ്പിച്ച സമ്പത്ത് നേടിയെടുക്കുന്ന നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അത് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുക ചെയ്തു. അബ്ദുറഹ്മാൻ റളിയല്ലാഹുവിൻ്റെയും ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെയും അതേപോലെ തൽഹ റളിയല്ലാഹുവിൻ്റെയും അബൂദർദാ റളിയല്ലാഹുവിൻ്റെയും ഒക്കെ സമ്പത്ത് ദീനുൽ ഇസ്ലാമിന് ഉപകരിച്ചതിന് കയ്യും കണക്കില്ല. അവരുടെ സമ്പത്തിൻ്റെ വലിയ ഭാഗം ഇസ്ലാമിന് കൊടുത്തപ്പോൾ അവർ നേടിയെടുത്ത സമ്പത്ത്, ദുനിയാവിൽ നേടിയെടുത്ത സമ്പത്ത്, അവർ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്ത് ഇസ്ലാമിന് വേണ്ടി ഒരുപാട് കൊടുത്തു. അത് ഇസ്ലാമിന് വേണ്ടി ഒരുപാട് ഗുണം ചെയ്തു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പം അധ്വാനത്തിന് വലിയ മഹത്വമുണ്ട്, വലിയ മഹത്വം. മാ അക്കല അഹദുൻ തആമൻ ഖത്തു ഖൈറൻ മിൻ അൻ യഅകുല മിൻ അമലി യദിഹി വഇന്ന നബിയല്ലാഹി ദാവൂദ് അലൈഹിസ്സലാം കാന യഅകുലു മിൻ അമലി യദിഹി എന്നാണ്. അതായത് ഒരാൾ തൻ്റെ കൈകൊണ്ട് അധ്വാനിച്ച് തിന്നുന്നതിനേക്കാൾ ഉത്തമമായൊരു ഭക്ഷണം വേറെ കഴിച്ചിട്ടില്ല. അള്ളാഹുവിൻ്റെ പ്രവാചകൻ ദാവൂദ് നബി അലൈഹിസ്സലാം തൻ്റെ കൈകൊണ്ട് അധ്വാനിച്ചായിരുന്നു ഭക്ഷണം. ഇത് പിന്നീട് ഇസ്ലാമിക ചരിത്രത്തിലൊക്കെ കാണാം, ഇസ്ലാമിക ചരിത്രത്തിലൊക്കെ കാണാൻ കഴിയും. അങ്ങനെയാണ് നമ്മൾ പലപ്പോഴും പറയാറുള്ള മുഗൾ ചക്രം. ഇപ്പോൾ പുതിയ NCERT-യിലൊക്കെ മുഗൾ ഭരണത്തെക്കുറിച്ചും മുസ്ലിം ഭരണത്തെക്കുറിച്ചും ചരിത്രത്തിൽ നിന്ന് പൂർണ്ണമായും പുതിയ ഗവൺമെൻറ്, നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് തുടച്ചു മാറ്റിയിരിക്കുകയാണ്. അതേസമയം അതിൽ ഔറംഗസീബ് റഹ്മത്തുള്ളാഹി അലൈഹി ഏറ്റവും വിശാലമായ ഇന്ത്യ 50 വർഷത്തോളം ഭരിച്ച അദ്ദേഹം,
അദ്ദേഹം എത്രയോ വലിയ സമ്പത്തിൻ്റെ, എത്രയോ വലിയ അധികാരത്തിൻ്റെ ഉടമയായിട്ടും രാത്രി പാതിരാവിലെ ഇരുന്ന് മുസ്ഹഫ് എഴുതി തൊപ്പി തുന്നി അത് ഒരാളെ കയ്യിൽ വിൽക്കാൻ കൊടുത്ത് ആ വിറ്റ് വരുന്ന ആൾക്ക് അയാളുടെ കൂലി കൊടുത്ത് ബാക്കി കാശുകൊണ്ടാണ് ഔറംഗസീബ് റഹ്മത്തുള്ളാഹി അലൈഹി ജീവിച്ചത്. നമ്മൾ പഠിക്കേണ്ട കാര്യമാണ്. അയാളെ വാപ്പയാണെന്നല്ലോ ഷാജഹാൻ, അദ്ദേഹത്തിൻ്റെ വാപ്പയായിരുന്നു ഷാജഹാൻ. സ്വന്തം ഭാര്യയുടെ ശവകുടീരം ഉണ്ടാക്കാൻ 20,000 മനുഷ്യരെ 20 കൊല്ലം മൃഗങ്ങളെപ്പോലെ പണിയെടുപ്പിച്ച് ശവകുടീരം ഉണ്ടാക്കിയവനാ ഷാജഹാൻ. രാജ്യം കുളം തോണ്ടി രാജ്യത്തിൻ്റെ സമ്പത്ത് മുഴുവൻ നശിപ്പിച്ചു. അതേസമയം ഔറംഗസീബ് റഹ്മത്തുള്ളാഹി അലൈഹി രാജ്യത്തെ സമ്പന്നതയിലേക്ക് എത്തിച്ചു. അവസാനം താൻ ജീവിച്ചത് തൊപ്പി തുന്നി കിട്ടിയ കാശുകൊണ്ട്, മുസാഫ് എഴുതി കിട്ടിയ കാശുകൊണ്ട് ആ ഭരണാധികാരി ജീവിച്ചു എന്നുള്ളതാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ തീവ്രവാദിയും ഭീകരവാദിയാക്കിയിട്ട് ചരിത്ര പുസ്തകത്തിൽ നിന്ന് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ പോലെ പഠിപ്പിച്ചത് അദ്ദേഹം തീവ്രവാദിയും ഭീകരവാദിയായിട്ടാണ്. ഇവരെ എല്ലാ ഈ ഇസ്ലാമിൻ്റെ നന്മകൾ സ്വീകരിച്ചവരെ മുഴുവൻ ഭീകരവാദികളും തീവ്രവാദികളും എന്തുമാക്കി തീർക്കുന്ന ലോകത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ വിഷയങ്ങൾ നമ്മൾ പഠിക്കണം. ഇനി രണ്ടാമത് ചില കാര്യങ്ങൾ കൂടി ഈ വിഷയത്തിൽ പറയുന്നുണ്ട്. തൊഴിലാളികളോട് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് പെരുമാറാൻ സാധിക്കണം. നമ്മൾ ചിലർ തൊഴിലുടമകളായിരിക്കും, ചിലർ തൊഴിലാളികളായിരിക്കും. ദീനുൽ ഇസ്ലാമിലെ മുതലാളി തൊഴിലാളി സംഘടനത്തിൻ്റെ ചരിത്രമൊന്നുമില്ല. ഇസ്ലാമിൽ തൊഴിലാളിയും തൊഴിലുടമയും സഹോദരന്മാരാണ്. തൻ്റെ കൂടെ ജോലി എടുക്കുന്നവൻ തൻ്റെ സഹോദരനാണ്. അയാളെ ബാധിച്ച പണിയേൽപ്പിക്കാൻ പാടില്ല. അയാളുമായി കരാറുണ്ടായിരിക്കണം, അയാൾക്ക് കൂലി കൊടുക്കണം. അയാളെ എല്ലാ അർത്ഥത്തിലും അയാളുടെ അവകാശങ്ങൾ എന്നുള്ളതിന് മുഫസ്സിറുകൾ വിശദീകരിച്ചത് തൊഴിലാളികളുടെ ഒരു അവകാശവും കയ്യേറാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പഠിപ്പിച്ചല്ലോ. നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാസത്തുൻ അന ഹസ്മുഹും യൗമൽ ഖിയാമത്തി വമൻ കുന്തു ഹസ്മുഹു ഹസംതുഹു യൗമൽ ഖിയാമ. റസൂൽ പറയുക, ഹദീസ് അല്ല പഠിക്കേണ്ട കാര്യമാണ്. അള്ളാഹു പറഞ്ഞിരിക്കുന്നു, ഖുദ്സിയായ ഹദീസിൽ പറയാണ്, അള്ളാഹു പറഞ്ഞിരിക്കുന്നു, 3 വിഭാഗം ആളുകൾക്കെതിരെ ഞാൻ പരലോകത്ത് വാദിക്കുന്നതായിരിക്കും. ഒന്ന് റജുലുൻ ഉത്താബി സുമ്മ അദറ, എൻ്റെ പേരിൽ എന്നെ ഒറ്റിക്കൊടുത്ത ഒരാൾ. വറജുലുൻ ബഅഹുറൻ ഫാക്കര സമനഹു, സ്വതന്ത്രനായ ഒരാളെ വിറ്റിട്ട് അയാളെ കാശ് വാങ്ങിയാൾ. മൂന്നാമത് പറഞ്ഞത് വറജുലുൻ ഇസ്തഅജറ അജീറൻ ഫസ്തൗഫാ മിൻഹു വലം യൂഫീഹി അജ്റഹു. അതായത് ഒരാൾക്ക് കൂലിക്ക് പണി നിർത്തിയിട്ട് അയാളെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ട് അയാൾക്ക് കൂലി കൊടുക്കാത്തവൻ, ആ കൂലി ശരിക്കും കൊടുക്കാത്ത ആളുകൾ അല്ലാഹു തആല കൈകാര്യം ചെയ്യുന്നതാണ്. നമ്മൾ ചിലപ്പോൾ ഈ തൊഴിലാളികളെ, കൂലിപ്പണിക്കാരെ, അല്ലെങ്കിൽ ബംഗാളികളെ, അല്ല മറ്റ് ജാതി ആളുകളൊക്കെ നമ്മൾ ചൂഷണം ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ സൂക്ഷിക്കണം. ദീനുൽ ഇസ്ലാമിൽ ബംഗാളിയും ഇന്ത്യക്കാർ കേരളക്കാരും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. ഓൻ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നുണ്ടെങ്കിൽ ഓനക്കുള്ള കൂലിയും ഓനക്കുള്ള അർഹതയും നമ്മൾ കൊടുക്കണം. നമ്മൾ അവരെ പറ്റിച്ചിട്ട് ചൂഷണം ചെയ്യുന്നവരായിട്ട് മാറാൻ പാടില്ല. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും പോയി ജോലിയെടുത്തും കച്ചവടം ചെയ്തും കാശുണ്ടാക്കുന്ന ആൾക്കാരെ കേരളക്കാരൻ. പക്ഷേ കേരളക്കാരൻ്റെ നാട്ടിലേക്ക് ജോലിക്ക് വന്ന ആളെ മാന്യമായി പരിഗണിക്കാൻ നമുക്ക് കഴിയാതെ പോയാൽ അല്ലാഹു തആല അവരെക്കുറിച്ച് നമ്മളോട് ചോദിക്കും എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മാത്രമല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അവർക്ക് വിയർപ്പ് പറ്റുന്നതിന് മുമ്പ് തന്നെ അവരുടെ കൂലി കൊടുക്കാൻ നമുക്ക് കഴിയണം. ആളുകളുടെ കൂലിയൊക്കെ നിശ്ചയിക്കുമ്പോൾ അവരെ പറ്റിച്ചും ചതിച്ചും നമ്മൾ ചെയ്യാൻ പാടില്ല. അതെത്രയാണോ ആ വിയർപ്പ് പറ്റുന്നതിന് മുമ്പ് അതിൻ്റെ കൂലി കൊടുക്കൽ വളരെ പ്രാധാന്യപൂർവ്വം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഖ്തുൽ അജീറ അജ്റഹു ഖബലൈ യജിഫ അർക്കുഹു, അവരുടെ വിയർപ്പ് വറ്റിത്തീരുന്നതിന് മുമ്പ് കൂലിക്കാരൻ്റെ കൂലി നിങ്ങൾ കൊടുക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പഠിപ്പിച്ചു. അപ്പോൾ തൊഴിലാളികളോട് ഏറ്റവും മാന്യമായി പെരുമാറാൻ കഴിയണം. അവരെ ബാധിച്ച ജോലികൾ ഏൽപ്പിക്കാതിരിക്കാൻ കഴിയണം. അവരുടെ നിസ്സഹായതകളെ ചൂഷണം ചെയ്യാൻ ഒരിക്കലും ഇടവരാൻ പാടില്ല. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. വീട്ടിൽ കൂലിപ്പണിക്കൊക്കെ വരുന്ന ആളുകളെ മാന്യമായി തന്നെ തൊഴിലാളിയായി സ്വീകരിക്കാൻ നമുക്ക് കഴിയണം. തൊഴിലാളിയായിട്ട് അവർക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ ഏതോ പണ്ടൊക്കെ ഇപ്പം വന്നില്ല, മുമ്പൊക്കെ നമ്മൾ ചെയ്ത കുറേ അബദ്ധങ്ങൾ മുസ്ലിം സമുദായം ചെയ്തു കൂട്ടിയത്, ഇസ്ലാമിന് പരിചയമില്ലാത്ത ഇവിടുത്തെ സവർണരൊക്കെ ചെയ്തിരുന്ന വൃത്തികേടുകൾ നമ്മൾ ചെയ്തതിൻ്റെ പേരിൽ പല ആളുകളും ഇന്ന് മുസ്ലിങ്ങളോട് ശത്രുക്കളാണ്. ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ നമ്മളിരിക്കുന്ന തീൻമേശയിൽ തന്നെ കൂലിപ്പണിക്കാരന് ഭക്ഷണം കൊടുക്കണം. നമ്മളിരിക്കുന്ന തീൻമേശയിൽ തന്നെ കൂലിപ്പണിക്കാരന് ഭക്ഷണം കൊടുക്കണം. വീട്ടിൽ വേലക്ക് നിൽക്കുന്നുണ്ടെങ്കിൽ അവരെയും കൂടെ ഇരുത്തി ഭക്ഷണം കഴിപ്പിക്കണം. അനസ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ടല്ലോ, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ കൂടെ 10 വർഷത്തിലധികം, ഒരുപാട് വർഷം റബിക്ക് ഹിദ്മത്ത് ചെയ്ത് ഞാൻ ജീവിച്ചു. ഖദംതു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 10 സിനീൻ, 10 കൊല്ലം ഞാൻ റസൂലുള്ളാഹിക്ക് ഹിദ്മത്ത് ചെയ്തു.
വല്ലാഹി അല്ലാഹുവാണ് സത്യം, മാക്കാലലി എന്നോട് റസൂൽ പറഞ്ഞിട്ടില്ല, ഉഫിൻ ചേന്ന് പറഞ്ഞിട്ടില്ല. ഒരു കുട്ടിയാണ് നീ പറഞ്ഞത്. 10 കൊല്ലം നബിക്ക് സേവനം ചെയ്ത അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ചേന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. കത്ത് വലാകാലലി ഷൈഇൻ സനഅതു, നീ എന്തിനാ അത് ചെയ്തതെന്ന് ചോദിച്ചിട്ടില്ല. ലിമ സനഅത കദാ വഹല്ലൻ സനഅത കദാ വകദാ, നീ എന്തുകൊണ്ട് ഇത് ചെയ്തു, എന്തുകൊണ്ട് ഇത് ചെയ്തില്ല എന്നെ കുറ്റപ്പെടുത്തിയിട്ടില്ല. എന്നെ സ്നേഹപൂർവ്വം ചേർത്ത് പിടിക്കുകയായിരുന്നു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തത് എന്ന് അനസ് റളിയല്ലാഹു അൻഹു പറയാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? വീട്ടിൽ പണിക്ക് വരുന്ന ആളുകളെ ഏതെങ്കിലും മുറ്റത്തോ പണ്ടൊക്കെ സവർണര് കുഴി കുഴിച്ചിട്ട് അതിലേക്ക് കഞ്ഞി ഒഴിച്ചു കൊടുത്ത കാലം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് അംശം നമ്മളിലുണ്ടാകും. പക്ഷെ ദീനുൽ ഇസ്ലാം 1400 വർഷം മുമ്പ് തന്നെ പറഞ്ഞത് അവരെ നമ്മുടെ കൂടെ ഇരുത്തി നമ്മുടെ തീന്മേശയിൽ നമ്മളോടൊപ്പം ഭക്ഷണം കൊടുക്കാൻ കഴിയണം. നമ്മുടെ വീട്ടിൽ പണ്ടൊക്കെ ചെറിയ കുട്ടികൾ വേലക്ക് നിന്നിരുന്നൊക്കെ ഉണ്ട്. എന്താ അബദ്ധങ്ങൾ കാണിച്ചിരുന്നറിയോ? നമ്മുടെ മക്കൾ ഇങ്ങനെ സുഖമായിട്ടിരിക്കുക, ആ മക്കൾക്ക് ഒരു സുഖാസ്വാദനവും കൊടുക്കാതെ അവരെ കൊണ്ട് ഇങ്ങനെ പണിയെടുപ്പിക്കുക, ഇതൊക്കെ ഒരുപാട് കുറ്റങ്ങൾ വരുന്നതാണ്. അതുകൊണ്ട് തൊഴിലാളികളോട് ഏറ്റവും മാന്യമായി പെരുമാറണം, അവരോട് സ്നേഹമായി പെരുമാറണം, അവരുടെ അവകാശങ്ങളൊക്കെ നിവർത്തിച്ചു കൊടുക്കണം. ആ അവകാശങ്ങളെക്കുറിച്ച് ഗൗരവപൂർവ്വം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പഠിപ്പിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അത് നമ്മൾ പാലിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ കുറ്റക്കാരായിരിക്കും. അതോടൊപ്പം തന്നെ നമ്മൾ ചേർത്ത് പഠിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, എല്ലാ തൊഴിലും ദീനുൽ ഇസ്ലാമിൽ പുണ്യകരമായ തൊഴിലാണ്. എല്ലാ തൊഴിലും നമ്മളെ നമ്മളെ പറഞ്ഞ് പറ്റിച്ചിട്ടുണ്ട്, തരം തൊഴിൽ മോശമാണ്, പറ്റിച്ചതാണ് നമ്മളെ. എന്നിട്ട് നമ്മളാ പണി ചെയ്യാതിരിക്കുകയും ചെയ്തു. ഇപ്പം നമ്മളറിയാലോ, സിമെൻറ്റ് തേക്കും ഈ മേസ്ത്രി പണി നമ്മൾ ചെയ്യൂല. ആ സമയം അയാൾക്ക് സിമെൻറ്റ് കൂട്ടി കൊടുക്കാൻ നമ്മളെ പെണ്ണുങ്ങളും ആളുകളൊക്കെ പോകും. മറ്റേന്തോ നമ്മളെ കൊണ്ട് നമ്മൾ ചെയ്യാൻ പാടില്ല എന്ന് ധരിച്ചു. ആശാരിപ്പണി ചെയ്യാൻ പാടില്ല, കൊല്ലപ്പണി ചെയ്യാൻ പാടില്ല, അങ്ങനെയൊന്നുമില്ല. എല്ലാ പണികളും വളരെ ശ്രേഷ്ഠകരമാണ്. എല്ലാ പണികളും ദീനുൽ ഇസ്ലാമിൽ അങ്ങനെ ജാതി തൊഴിലിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിഭജനം ഇല്ല. മാത്രമല്ല ചില കച്ചവടം, എല്ലാ കച്ചവടം, മീൻ കച്ചവടം ഏറ്റവും പുണ്യകരമായ കാര്യമാണ്, ഏറ്റവും ശ്രേഷ്ഠകരമായ കാര്യമാണ്. മീൻ കച്ചവടം ചെയ്യുന്നതും മീൻ പിടിക്കുന്നതും ഏറ്റവും ഉന്നതമായ തൊഴിലായിട്ടാണ് ദീനുൽ ഇസ്ലാം കാണുന്നത്. നമ്മളത് എന്തോ ചെറിയൊരു മോശമോ അല്ലെങ്കിൽ കൂടുതൽ എങ്ങനെയെന്നറിയില്ല, ആ ഒരു ഘടന ഒരിക്കലും ശരിയല്ല. മാംസക്കച്ചവടം ചെയ്യുന്നത് അതേപോലെ തന്നെ വേറെ പല ഇതന്നെ എനിക്കറിയാം. വളരെ പ്രധാനപ്പെട്ട ആളുകൾ ഈ മീൻ കയറ്റി അയക്കുമ്പോൾ അയാൾ വലിയ പ്രമാണിയാണ്, അല്ലെങ്കിൽ അതിൻ്റെ വേറെ ഏജൻ്റ് ആകുമ്പോൾ വലിയ പ്രമാണിയാണ്. ഇത് കടലിൽ പിടിച്ച് കഷ്ടപ്പെട്ട് പിടിച്ചു കൊടുന്ന് ഇവിടെ തരുന്നവൻ മോശക്കാരൻ. ഇവിടുന്ന് കിട്ടിയ കാഴ്ചപ്പാടാണത്. ഇസ്ലാം അംഗീകരിക്കണില്ല. ദീനുൽ ഇസ്ലാമിലും അള്ളാഹിൻ്റെ അടുക്കലും ആ മീൻ പിടിച്ചു കൊണ്ടുവരുന്നവനും മീൻ കഷ്ടപ്പെട്ട് വിൽക്കുന്നവനും മീനടക്കമുള്ള കച്ചവടം ചെയ്യുന്നവനും മുടിവെട്ടുന്നവനും ബാർബർ പണി ചെയ്യുന്നവനും ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ പുണ്യകരമായ അള്ളാഹുവിൻ്റെ അടുക്കൽ ശ്രേഷ്ഠകരമായ ജോലി ചെയ്യുന്നവരാണ് എന്ന കാഴ്ചപ്പാടിലേക്ക് വരണം. അതിൻ്റെ ഒരു അംശം നമ്മുടെ ആരുടെങ്കിലും ഹൃദയത്തിലുണ്ടെങ്കിൽ അതിപ്പം മാറ്റിക്കോളി, പടച്ചോ നമ്മളെ ശപിക്കും. അതിൻ്റെ ഒരു അംശം പോലും ഉണ്ടാകാൻ പാടില്ല. ഇന്ന ജോലി ചെയ്യുന്നവൻ ഇത്തിരി മോശക്കാരനാണ്, ഇന്ന ജോലി ചെയ്യുന്നവർക്ക് വിവാഹം കഴിച്ചു കൊടുക്കാൻ പാടില്ല, ഇന്ന ജോലി ചെയ്യുന്നവർ സമൂഹത്തിൽ മോശമായ ഘടനയിലുള്ളവരാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ അത് തെറ്റായ കാഴ്ചപ്പാട്. ഇത് ഈ വസ്തുതയും കൂടി നമ്മൾ ഗൗരവപൂർവ്വം മനസ്സിലാക്കണം. മാത്രമല്ല ഈ വൈറ്റ് കോളർ ജോലി മാത്രമേ ചെയ്യുള്ളൂ എന്നൊന്നും വിചാരിക്കാതെ ജോലി എടുക്കാനും എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ ജോലികൾ ചെയ്യാൻ പറ്റും, ചെറിയ ജോലികൾ ചെയ്യാൻ പറ്റും, വീട്ടിലിരുന്നു കൊണ്ട് ചില ജോലികൾ ചെയ്യാൻ പറ്റും. ചില സ്ത്രീകൾക്ക് ജോലി ചെയ്യുന്നതിനെക്കുറിച്ച് ഖുർആൻ പറയുന്നുണ്ടല്ലോ, അവർ സമ്പാദിച്ചത് അവർക്കുണ്ട് എന്നാണ്. സ്ത്രീകൾ സമ്പാദിച്ച സമ്പത്ത് അവർക്കുണ്ട്. നമ്മുടെ സ്ത്രീകൾ ജോലിക്ക് പോകുന്നത് ഇത്ര നല്ല മോശമായ കാര്യമൊന്നുമല്ല. ദീനിൽ ഇസ്ലാമിൽ കച്ചവടം അവർ ചെയ്തിരുന്നു, ജോലി ചെയ്തിരുന്നു, പല കാര്യങ്ങളും ഇസ്ലാമിക ചരിത്രത്തിൽ സ്ത്രീകൾ ചെയ്തിരുന്നു. ഇസ്ലാം സ്ത്രീകൾ ജോലി ചെയ്യരുതെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. നമ്മുടെ പുതിയ കാലത്ത് സ്ത്രീകളും കൂടി ജോലി ചെയ്തെങ്കിൽ ചില കുടുംബങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും. പക്ഷെ അവിടെ പാലിക്കേണ്ട മര്യാദകളോ അച്ചടക്കങ്ങളൊക്കെ നമ്മൾ പാലിക്കുകയും അവർക്കുതകുന്ന ജോലികൾ ഒരുക്കി കൊടുക്കാനും അവർക്കും ചില കച്ചവടങ്ങൾ ചെയ്യാനൊക്കെ പറ്റുന്ന പല സംരംഭങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും കഴിയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. സ്ത്രീകൾ സമ്പാദിക്കുന്ന കാശ് അവർക്കുള്ളതാണെന്നുള്ള ബോധ്യവും കൂടി നമുക്കുണ്ടാകണം. അവർക്ക് അതിനുള്ള അവകാശമുണ്ട് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതേപോലെ തന്നെയാണ് ജോലിയൊന്നും വേണ്ട, ആൾക്കാരോട് സഹായം ചോദിച്ച് നടക്കാന്നുള്ള യാചന ഒരിക്കലും നല്ലതല്ല. യാചിക്കാതിരിക്കാൻ പരമാവധി ശ്രമിക്കുക. ഒരാളെ മുമ്പിൽ കൈ നീട്ടാതിരിക്കാനും മറ്റൊരാളെ ഔദാര്യം പറ്റാതിരിക്കാനും വേണ്ടി ശ്രമിക്കലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോട് ഒരാളൊരു സഹായം ചോദിച്ചു, നബി കൊടുത്തു. പിന്നെ അയാൾ ചോദിച്ചു കൊടുത്തു. പിന്നെ ചോദിച്ചപ്പോൾ നബി പറഞ്ഞിട്ട് ഇങ്ങനെ നല്ല രീതിയല്ല. ഒരിക്കലും ഇത്തരം ആളുകൾ പരലോകത്ത് നല്ല കവളോടുകൂടി പ്രത്യക്ഷപ്പെടില്ല. അദ്ദേഹം പറയാണ്, പിന്നീട് ഞാൻ എൻ്റെ ജീവിതത്തിൽ എത്ര കഷ്ടപ്പാട് വന്നിട്ടും മറ്റൊരാളെ മുമ്പിൽ കൈ നീട്ടിയിട്ടില്ല.
എൻ്റെ കഷ്ടപ്പാട് കണ്ടിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബൈത്തുൽ മാലിൽ നിന്ന് എനിക്ക് ഇത്തിരി സമ്പത്ത് സഹായം തരാൻ പറഞ്ഞപ്പോൾ ഞാൻ സ്വീകരിച്ചില്ല. പിന്നീട് ഉമർ റളിയല്ലാഹു അൻഹു എനിക്ക് നീട്ടിയപ്പോഴും ഞാൻ സ്വീകരിച്ചില്ല. പക്ഷേ എൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്തോ ഒരു ഐശ്വര്യം കിട്ടിയതുപോലെ എനിക്ക് അനുഭവപ്പെട്ടു. നമ്മൾ മറ്റൊരാളുടെയും പേടിക്കേണ്ട, മറ്റൊരാളെ സഹായവും വേണ്ട. തനിക്ക് കിട്ടുന്ന രീതിയിൽ തനിക്ക് പറ്റുന്ന അധ്വാനത്തിലൂടെ സമ്പാദിക്കാൻ കഴിയുന്ന രൂപത്തിൽ നമുക്ക് കഴിയാം. റിസ്ക് തേടി പുറപ്പെട്ടോ അള്ളാഹ് ഒരുക്കി തരും. അതിന് പലപ്പോഴും നമ്മൾ കുട്ടികൾക്കൊക്കെ ജോലി ഇല്ലാത്തെന്ന് പറഞ്ഞാൽ എനിക്ക് ഇന്ന വലിയ ജോലി ഉണ്ടെങ്കിലേ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ്. നമ്മൾ ചെറിയ ജോലികൾ നമ്മളെ കുട്ടികളെടുത്ത് നോക്കിയാൽ പിന്നെ ആ കുട്ടികൾ വളരെ ഭംഗിയാവും. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ചെയ്തൊരു കാര്യം, എൻ്റെ മക്കളൊക്കെ എനിക്ക് അത്യാവശ്യം സാമ്പത്തിക ഘടനയും ജോലിയും ഭാര്യക്കൊക്കെ ജോലി ഉണ്ടായിരിക്കെ തന്നെ ഞാൻ എൻ്റെ ചെറിയ മക്കളെ പത്രം വിൽക്കാൻ ഏൽപ്പിച്ചു, പത്രം കൊടുക്കാൻ ഏൽപ്പിച്ചു. ആ കുടുംബത്തിൽ നിന്നും എൻ്റെ സുഹൃത്തുക്കളിൽ നിന്നും രൂക്ഷമായ ആക്ഷേപം എനിക്കുണ്ടായി, ഈ മക്കളെ പത്രം കൊടുക്കാൻ രാവിലെ വിടുന്നത്. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നു ആ പത്രം കൊടുക്കാൻ അവർ കുറച്ച് ദിവസമേ പോയുള്ളൂവെങ്കിലും അത് അവരുടെ ജീവിതത്തിൽ വമ്പിച്ച സ്വാധീനം, പിന്നെ ഒരു ഡോക്ടർ എഞ്ചിനീയറൊക്കെ ഉണ്ടാവും, പക്ഷേ അത് വമ്പിച്ച സ്വാധീനം അവർക്കുണ്ടാക്കാൻ കഴിയും. എന്തേ പത്രം വിറ്റാൽ? നമ്മളിപ്പോൾ ഈ വൃത്തികെട്ട കൾച്ചർ നമ്മുടെ ഇടയിലുള്ള യൂറോപ്യന്മാർ അമേരിക്കക്കാർ ഈ ഇവിടുന്ന് പോണ ഈ യൂറോപ്പിലേക്ക് പഠിക്കാനും മറ്റൊക്കെ പോണവർ പാത്രം കഴുകണവരാ, ചെറിയ ചെറിയ ജോലി എടുക്കണവരാ. ജോലി എടുത്തെങ്കിലേ ജീവിക്കാൻ പറ്റുള്ളൂ. ആ കൾച്ചർ മുസ്ലിം സമുദായത്തിൽ വരണം. മുസ്ലിം സമുദായം കർശനമായി ജോലി എടുക്കുന്ന ഒരു വിഭാഗമായിട്ട് മാറണം. ആ സമയം ചില സമുദായങ്ങൾ നിങ്ങൾ പഠിച്ചു നോക്കി, അവർ നന്നായിട്ട് സ്ത്രീകളും പണിയെടുക്കും, വൈകുന്നേരവും പണിയെടുക്കും, ഒക്കെ പണിയെടുക്കും. വെറും ജോലിയുമ്പോൾ മാത്രം തിരിയരുത്. ബാക്കി ജീവിതത്തിൻ്റെ ആസ്വാദനങ്ങളും കുടുംബജീവിതവും വിശ്രമമൊക്കെ വേണം. പക്ഷെ ഒരു പണിയെടുക്കാതെ പെൻഷൻ പറ്റിയാൽ പോലും ഒരുപാട് ജോലികളിൽ ഏർപ്പെടാൻ കഴിയും. പെൻഷൻ പറ്റിയാൽ പോലും, പെൻഷൻ എന്ന് പറഞ്ഞ ഒരു ഘട്ടത്തിൻ്റെ ഒരു ഗവൺമെൻറ് വ്യവസ്ഥിതിയുടെ ഭാഗമല്ലേ. പല ജോലികൾ, ചെറിയ കച്ചവടങ്ങൾ, ചെറിയ വരുമാനങ്ങൾ, ചെറിയ കാര്യങ്ങൾ, തൻ്റെ മറ്റാളുടെ പ്രായമുള്ള ആളുകൾ പോലും മക്കളെ മുമ്പിൽ കൈ നീട്ടാതെ ജീവിക്കാൻ കഴിയുന്നതാണ് അന്തസ്സ്. അങ്ങനെ ജീവിക്കാൻ കഴിയുന്നിടത്തൊക്കെ നമ്മുടെ ജോലികൾ വരണം. അതോടൊപ്പം തൊഴിലാളികൾ അവരുടെ ഉത്തരവാദിത്വവും ശരിക്കും നിർവഹിക്കുന്നവരാകണം. അള്ളാഹുവിൻ്റെ മുമ്പിൽ അവരും ഉത്തരം പറയേണ്ടി വരും. ഇങ്ങനെ വളരെ ഉന്നതമായൊരു ഘടന ഈ വിഷയത്തിലുണ്ട്. അല്ലാഹു തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഖുൽ ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹി ലി വലക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ.